ചിത്തി ആൻഡ് തിത്തി. അപ്പോൾ ഗൈസ് നമ്മുടെ വിഷു ഇങ്ങെത്തി. നമ്മുടെ വിഷുവിൻ്റെ മെയിനായിട്ടുള്ള സംഭവമാണ് പടക്കം. ഞങ്ങൾക്ക് കിട്ടൂലെന്ന് വിചാരിച്ച സംഭവമാണ് പടക്കം. അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് പപ്പ ഞങ്ങളെ കൊണ്ടുപോയി പടക്കം വാങ്ങിത്തന്നത്. അതിന് ഫസ്റ്റ് മൂവ്മെന്റ് എടുത്ത ആളും അതിനൊക്കെ മുൻകൈ എടുത്ത ആളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ തിത്തിയാണ്. ഇതൊക്കെ സെലക്ട് ചെയ്തത്. ഞാൻ ഇപ്രാവശ്യം ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കിയാലോ. ഫസ്റ്റ് ഞങ്ങൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് 1890 മൊത്തമായിട്ട്. ഈ ചാക്ക് നിറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമേ പറയാം, ഞാനല്ല സെലക്ട് ചെയ്തത്, ഇവളാണ് സെലക്ട് ചെയ്തത്. അത് എനിക്ക് എന്തൊക്കെയാന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഗൈസ് ഇപ്പൊ ഈ 1890 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിഡക്ഷൻ റേറ്റ് ആണ്. ഞങ്ങൾക്ക് അങ്ങനെ പൊട്ടിക്കാൻ അങ്ങനത്തെ വലിയ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ കത്തിച്ചിരിക്കുക, കമ്പിത്തിൽ എത്തിക്കുക അതൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്രാവശ്യം ഞങ്ങളോട് പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് വലിയച്ഛനും കസിനും പാപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ ആയിട്ടാണ് പോയത്. അവരും കുറെ വാങ്ങി. അവർക്ക് 2 പേർക്കും നല്ല റിഡക്ഷൻ ആയിട്ട് തന്നെ കിട്ടിയത്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് അമ്മേന്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വില കുറച്ച് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിന് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഒരു 3000-3500 ആ റേഞ്ചിലാണ് പടക്കം വാങ്ങിയത്. അപ്രാവശ്യം കുറെ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്രയും വാങ്ങിയത്. പക്ഷെ പിന്നെ കുറച്ചാണ് വാങ്ങിയത്. പിന്നെ ഇത് ഒരു റിഡക്ഷൻ റേറ്റ് ആണ് കേട്ടോ ഗൈസ്. നമുക്കിത് എന്തായാലും പൊട്ടിക്കാം. കുത്തി തന്നെ പൊട്ടിക്കട്ടെ. ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഇത് ഗൈസ് കമ്പിത്തിരിയാണ്. ഇത് ഞങ്ങൾ എപ്പോഴും വാങ്ങണതാണ് കമ്പിത്തിരി. ഞങ്ങൾക്ക് പിന്നെ പൊട്ടിക്കാമെന്ന് അറിയില്ലല്ലോ വിളിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പിത്തിരി എന്തായിരുന്നു എന്തായാലും പൊട്ടിക്കണ കത്തിക്കാനും കമ്പിത്തിരി എന്തായാലും അതുകൊണ്ട് കമ്പിത്തിരി എന്തായാലും. അപ്പോൾ ഫ്രണ്ട്സ് ഇത് വരുന്നത് 4 എണ്ണത്തിൻ്റെ ഒരു 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഒന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 എണ്ണം വെച്ചിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു 5 പാക്ക് ആണ് വന്നത്. അങ്ങനെയുണ്ട്. പിന്നെ ഗൈസ് ഇത് മേശപ്പൂവാണ്. ഇതിൻ്റെ ഇതൊരു 5 എണ്ണം ഉണ്ട്, 10 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ 10 പീസ് കൊടുത്തിട്ടുണ്ട്. 10 എണ്ണം ഉണ്ട്. ഇത് വെറൈറ്റി ആണല്ലോ. ഇത് റെഡ് അല്ലേ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി വേറെ കളറും. ഇത് കണി വെക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അങ്ങനെ ഇതെല്ലാം കൂടുതൽ മറ്റേ കമ്പിത്തിരിക്ക് അതൊക്കെ ഉള്ളൂ. ഇതിന്റെ 2 പാക്കറ്റ് ഉണ്ട്. സാധനം ഇതെന്താ? ഇത് വലിയ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയില്ലല്ലോ. വാങ്ങിയിട്ടില്ല തോന്നുന്നു. അറിയില്ല. നല്ല സാധനമായിട്ടില്ല. കമ്പിത്തിരിയാണ് കൂടുതൽ. ഞങ്ങൾ കമ്പിത്തിരിയാണ് വാങ്ങാറ്. ഗ്ലിറ്ററാണ്. ഇത് മേശപ്പൂ. ഇതിന്റെ വലുതാണ്. ഇത് മെത്താപ്പൂവാണ്. ഇതില് 2 സൈഡുകൾ തുറന്നു കഴിഞ്ഞാൽ 2 സൈഡിലും ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി. അതാണ് എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മയിലാട്ടോ ഞാൻ പറഞ്ഞു. ഇത് പിന്നെ ഒരു ലോട്ടസ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടോ? ഇത് നിലച്ചക്രാണ്. ഇങ്ങനെ കറങ്ങുമ്പോ ലോട്ടസിന്റെ ഒരു ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ ഇതിന്റെ സെയിൽസ് ആണ്. അത് 2 ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കണ്ട എല്ലാ സാധനം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇവിടെ വാടിപ്പെറുക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും സാധനം കുറവാണ്. ഇതും മേശപ്പ് പോകാൻ തോന്നുന്നു. അറിയില്ല, കത്തിക്കും. ഇതിന്റെ ചെറുതാകും നമ്മളെ സെയിം
ചെറുതാണ്, കാരണം സെയിം പേരൊക്കെ ഉണ്ട്, ചെറുതായിരിക്കാനാണ് ചാൻസ്. പിന്നെ ഒരു വെറൈറ്റി സാധനം, അത് അവര് പറഞ്ഞു അതൊരു വെറൈറ്റി ഒക്കെയാണ്, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞു. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് മുകളിൽ പോയിട്ട് ഇങ്ങനെ കത്തും എന്നാണ് അവര് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വാങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പടക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു അവരുടെ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. ഇതിന് റേറ്റ് കുറവാണ്. എന്തൊക്കെയോ ഉണ്ട് ഗൈസ്, എന്താണെന്നൊന്നുമില്ല, എല്ലാ പരിപാടി. ഇത് ചറവറയാണ് ഗൈസ്. അങ്ങനെ 4 ബോക്സ് വാങ്ങിയിട്ടുണ്ടായിന്റെ. ഇത് ഞാൻ പറഞ്ഞു കൊടുത്താട്ടെ, എനിക്കിത് വേണം, ഞാൻ പൊട്ടിക്കാറുണ്ട്. ഇതിന് കിറ്റ്കാറ്റാണ് എടുക്കാറ്, അപ്പൊ അതിനെക്കാണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണിത്, അതുകൊണ്ട് ഇത് എടുത്തു ഞങ്ങള്. പിന്നെ പെൻസില്, അതെനിക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ പപ്പനോട് പറഞ്ഞാണ് എനിക്കിത് വേണം. അത് ഞാൻ കണ്ടു ഓൾറെഡി, അപ്പൊ എനിക്ക് വേണം എന്നുള്ളതിനെ കൊണ്ട് ഞാൻ എടുത്തോ. പിന്നെ ഇത് അവിടുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, അവർ തന്നതാണ്. ഫ്രീ ആയിട്ടില്ല, അതൊരു ഗിഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റ് തന്ന കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിലേക്ക് തന്നത് കൊണ്ട്. ഇതും മേശപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇവിടുത്തെ ഈ സ്റ്റിക്കർ വരച്ചിട്ട് കത്തിക്കാനാണ് പറഞ്ഞത്. നല്ല കവറിങ് ഒക്കെയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയതൊക്കെ ഇതാണ്. പിന്നെ തോക്ക് വാങ്ങിയിട്ടുണ്ട്, അത് ഇപ്പോഴല്ല വാങ്ങിയത്, ഇതിന് മുന്നേ വാങ്ങിയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ പടക്കം. ഇതിലൊക്കെ ഇതാണ് ഉത്തരവാദി, ഇതാണ് വാങ്ങിയ ആള്. ഇതിലൊന്നും ഞാൻ സെലക്ട് ചെയ്തില്ല, ആകെ ചിലവ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. താങ്ക് യു.